ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലി ആകെ വിഷമത്തിൽ നമ്മുടെ അശ്വിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ ദേഷ്യത്തിൽ നോക്കുവാനായിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായാലോ, തൃപ്തിയായാലോ, എല്ലാത്തിനും കാരണം നീയാണ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യം കൊണ്ട് അകത്ത് കയറാൻ പോവാണ്. പിന്നെ അത് ദേഷ്യം പിന്നെയും പുറത്തേക്ക് തന്നെ പോകുവാട്ടോ, പുറത്തേക്ക് പോയി നിൽക്കുവാണ്. ആ സമയത്ത് അഞ്ജലി അകത്ത് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് കാല് തെറ്റി അവിടേക്ക് വീഴുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട്, അയ്യോ അഞ്ജലി മേഡം എന്തു പറ്റി, അയ്യോ മേഡം, അയ്യോ അശ്വിൻ സർ ഓടി വരണേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ആ സമയത്ത് അശ്വിൻ പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓ തുടങ്ങി അവളുടെ അടുത്ത നാടകത്തിന് വേണ്ടിയിട്ടുള്ള വിളി, എനിക്ക് സൗകര്യമില്ല വരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പുറത്തുതന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ആരെങ്കിലും ഒന്ന് ഓടി വരാമേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും മനോരമാൻ്റെയൊക്കെ വരുന്നുണ്ട്. അവർ അഞ്ജലിനെ പൊക്കി അവിടെ കസേരയിൽ ഇരുത്തുവാട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, രാമ കുറച്ച് വെള്ളം പെട്ടെന്ന് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും അശ്വിൻ വേഗം പറഞ്ഞു, അയ്യോ ചേച്ചി എന്തു പറ്റി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എവിടെയായിരുന്നു കുഞ്ഞ ഇത്ര നേരം? ശ്രുതി മോള് നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ വരാതിരുന്നേന്ന് ചോദിക്കുകയാണ്. അഞ്ജലി മോള് വീണായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അഞ്ജലി പറഞ്ഞു, സോറി ചേച്ചി, ഞാൻ അറിഞ്ഞില്ല ചേച്ചി, സോറി ചേച്ചി, എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ സമയത്ത് അശ്വിൻ അഞ്ജലിയുടെ മുഖത്തേക്ക് പറയേണ്ട, ചേച്ചി നോക്ക്, ചെറിയ ആൾക്കാർ എന്തിനു തെറ്റ് ചെയ്താൽ മുതിർന്നവരല്ലേ ചേച്ചി ക്ഷമിക്കേണ്ടത്, ക്ഷമ ചോദിക്കേണ്ടത് വലിയൊരു കാര്യമല്ലേ ചേച്ചി എന്ന് പറയുവാണ്. അത് കേൾക്കണതും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോവാട്ടോ. ഈ ഡയലോഗ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഡയലോഗാണല്ലോ എന്ന രീതിയിൽ ശ്രുതി നോക്കുവാണ്. അതിനുശേഷം എല്ലാവരും വായ പൊളിച്ചിരിക്കുകയാണ് അശ്വിൻ്റെ വായ നിങ്ങളത്തെ ഒരു വാക്ക് കേട്ടോണ്ട്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഇത് നീ പറയണ വാക്കല്ലല്ലോ, ഇത് നീ ആരുടെ കയ്യിൽ നിന്നോ കടമെടുത്ത വാക്കാണല്ലോ അല്ലേ കുഞ്ഞ? സാധാരണ നിന്റെ വായിന്ന് ഇങ്ങനത്തെ വാക്കൊന്നും വരാറില്ല, ഇത് വേറെ ആരോ പറഞ്ഞ വാക്കാണ്, സത്യമല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണ്ട്, അതെ അതെ, ഇത് മിക്കവാറും ശ്രുതിമോളുടെ കയ്യിൽ നിന്ന് വീണ വാക്കായിരിക്കും അല്ലേ കുഞ്ഞ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ശ്രുതിനെ നോക്കുവാട്ടോ. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി, ശ്രുതിയുടെ വാക്ക് കടമെടുത്താണ് അശ്വിൻ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നീ ലാവണ്യനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, കൂടെ കുഞ്ഞനെയും പഠിപ്പിക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ ആ കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കുട്ടി വന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ ഫോട്ടോ ആയിട്ടാണ് വരുന്നത്. അശ്വിനോട് പറയുന്നുണ്ട്, നോക്ക് അങ്കിളെ, ഞാൻ അങ്കിളിൻ്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞു, അത് ശരി തന്നെ, പക്ഷെ അങ്കിളുടെ ഫോട്ടോയിൽ കൊമ്പ് വരച്ചതിന് ഞാൻ സോറി പറയില്ല. അതെന്താ മോളെ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ മാളൂട്ടി പറയുന്നുണ്ട്, അതെ അങ്കിളിനെ കൊമ്പ് വെക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാ. ശരിക്കും അങ്കിൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൊമ്പിന്റെ കുറവുണ്ട്, പക്ഷെ നല്ല ഭംഗിയാട്ടോ അത് പറഞ്ഞിട്ട് ആ കുട്ടി ചിരിക്കുവാട്ടോ. ആ സമയത്ത് എല്ലാവരും പൊട്ടിച്ചിരിക്കുവാട്ടോ. പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അശ്വിനും ചെറിയ ചിരി വരുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ ചിരിക്കാതെ ആ കൊച്ചിനിങ്ങനെ തലോടിയിട്ട് ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുവാണ്. എല്ലാവരും ആകെ ഞെട്ടിപ്പോവാട്ടോ അശ്വിൻ്റെ ആ ഒരു മാറ്റം കാണുമ്പോഴേക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ്റെ ഈ മാറ്റത്തിന് കാരണം ഈ മിടുക്കി തന്നെയാ നമ്മുടെ ഈ ശ്രുതിമോള് എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പോകുമായിരിക്കും. അപ്പോൾ അഞ്ജലി ചോദിക്കണ്ട, ശ്രുതി നീ ഇറങ്ങുവാണോ? അതേ ചേച്ചി, ഞാൻ ഇറങ്ങാൻ പോകുകയെന്ന് പറയാണ്. അപ്പോൾ അതിന് മുമ്പ് വേറൊരു സീനുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ശ്രുതി മാളൂട്ടിനെ മുടിയെ കെട്ടിട്ട് അവർ പോകാൻ പോവാണ്, മുടിയെ കെട്ടി സുന്ദരിയാക്കണേക്കും. ആ സമയത്ത് മാളൂട്ടി പറയണ്ട, ഹായ് ആൻറ്റി, പറഞ്ഞ കഥയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെയോ, മോൾക്ക് അമ്മ പറഞ്ഞു തരാറില്ലേ കഥ എന്ന് ചോദിക്കുമ്പോൾ, ആ അമ്മ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കഥ പറഞ്ഞു തരാറില്ല. എങ്കിൽ മോൾ ഇന്ന് പോയിട്ട് അമ്മയുടെ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശരി ആൻറ്റി എന്ന് പറയാണ്. ആൻറ്റി നമ്മളിനി എപ്പോഴാണ് കാണാം? മോൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാമല്ലോ, നമുക്ക് ഇവിടെ സ്കൂൾ ബസ് വരും ആൻറ്റി. അപ്പോൾ പിന്നെ ഇവിടെ സ്കൂൾ ബസ് വരും എന്ന് പറയുവാണ്. ആണോ, എങ്കിലും അമ്മയെടുത്ത് അച്ഛനടുത്ത് പറഞ്ഞു നോക്കാം കേട്ടോ. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ കുട്ടിയുടെ അമ്മ അച്ഛന് താഴത്ത് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടി വരുന്നുണ്ട്. എൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ നോക്കി, ഈ ആൻറ്റി ഉണ്ടല്ലോ ശ്രുതി ആൻറ്റി, എനിക്ക് ഒത്തിരി കഥ പറഞ്ഞു തന്നു. ആണോ, എന്ത് കഥയാണ് മോൾക്ക് പറഞ്ഞു തന്നത് എന്ന് ആ മാളൂട്ടിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ മാളൂട്ടി പറയുന്നുണ്ട്, ശ്രീരാമൻ്റെ കഥ, കൃഷ്ണൻ്റെ കഥ, ഹംസൻ്റെ കഥ, അങ്ങനെ ഒരുപാട് കഥ പറഞ്ഞു തന്നു എന്ന് പറയാണ്. ആഹാ കൊള്ളാലോ എന്ന് മാളൂട്ടിയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. ശേഷം മാളൂട്ടി മുത്തശ്ശിയുടെ കാലുകളിൽ വീഴുവാണ്. മുത്തശ്ശി ഞാൻ പോകുവാട്ടോ, നന്നായി വരും മോളെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. പോയിട്ട് വാ മോളെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മനോരമേനെ കെട്ടിപ്പിടിക്കേണ്ട, ആൻറ്റി പോയിട്ട് വാ മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയേണ്ട മാളൂട്ടി പോവാട്ടോ. ആ സമയത്ത് മാളൂട്ടിക്ക് നല്ല വ്യത്യാസമുണ്ട് സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെ മാളൂട്ടിയുടെ അച്ഛനും നമുക്ക് വല്ലാതെ സന്തോഷമാവാണ്. അവരവിടെ നിന്ന് മാളൂട്ടിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അതിനുശേഷമാണ് ശ്രുതി അവിടെ തൊട്ട് പിന്നാലെ പോകാൻ വേണ്ടി ഇറങ്ങണം. അപ്പം അഞ്ജലി ചോദിക്കേണ്ട, ശ്രുതി നീ ഇറങ്ങുവാണോ? അതേ ചേച്ചി ഇറങ്ങുവാന്ന് പറയാണ്. ആ സമയത്ത് ശരി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി പുറത്തേക്ക് പോകുവാട്ടോ.
ശ്രുതി പോകുമ്പോഴാണ് അഞ്ജലി നോക്കണത്. ശ്രുതിയുടെ ടിഫിൻ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, ശ്രുതി ഫുഡ് കൊണ്ടുപോയില്ലല്ലോ എന്ന് പറയാണ്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി പോയി കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. എന്താ ചേച്ചിന്ന് ചോദിക്കുമ്പോൾ, ദേ നോക്ക് കുഞ്ഞ, ശ്രുതി ടിഫിൻ ബോക്സ് എടുക്കാൻ മറന്നു. അവൾ ഇന്ന് ഒരുപാട് പണിയെടുത്തു, പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ അവൾക്കുള്ള ഫുഡ് തന്നെ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അവൾ കൊണ്ടുപോകാൻ മറന്നു. അത് സാരില്ല ചേച്ചി എന്ന് അശ്വിൻ പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവും കുഞ്ഞ, പാവം, അവളൊന്നും തന്നെ കഴിച്ചിട്ടില്ല, ഇതൊന്ന് കൊണ്ടേ കൊടുക്കുക, ഇവിടുത്തെ ഫുഡാന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞു, ഞാൻ കൊണ്ടേ കൊടുക്കാൻ ചേച്ചി, അവളെ ഗേറ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ താ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഡിഫിനായിട്ട് പോവാട്ടോ. അങ്ങനെ ശ്രുതി ഗേറ്റ് തുറക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ വിളിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി, അയ്യോ ഈശ്വര, അശ്വിൻ സാറാൻ വിളിക്കുന്നുണ്ട്, എന്തിനാണാവോ വിളിക്കണത്, എന്നെ വഴക്ക് പറയാനായിട്ടായിരിക്കും, കൊമ്പ് വരച്ചതിനെയും കുട്ടി ചെയ്ത കുസൃതികളെയൊക്കെ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടായിരിക്കും, ഈശ്വര ശ്രുതി നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് ശ്രുതി തിരിയുന്നുണ്ട്. നോക്ക് സർ, ഞാൻ പറഞ്ഞിട്ടല്ല ആ കുട്ടി കൊമ്പ് വരച്ചതും സാറിനെ പ്രേതമെന്ന് വിളിച്ചതും, അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സർ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയണ്ട, ആഹാ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്കിപ്പോൾ നിന്റെ സംശയം തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അയ്യോ ഇല്ല സർ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ നെഞ്ച് വീണ്ടും ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങോട്ടെ. ആ സമയത്ത് ശ്രുതി, ഈശ്വര നെഞ്ചിടിക്കാൻ തുടങ്ങിയല്ലോ, ഈ കടലമിട്ടാനെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ എന്തിനാ ഇങ്ങനെ ഈശ്വര ഇത്ര സ്പീഡിൽ ഇടിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ പറയണ്ടേ, ഞാൻ ഈ ടിഫിൻ ബോക്സ് തരാൻ വേണ്ടി വന്നതാ, ചേച്ചി തന്നു വിട്ടതാ ഫുഡ് എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി കുറച്ച് നേരം അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നെഞ്ചിടിപ്പ് കൂടുമ്പോഴേക്കും അശ്വിൻ്റെ കയ്യിൽ നിന്ന് ആ ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം ഓടുവാണ് കേട്ടോ ശ്രുതി. ആ സമയത്ത് ശ്രുതി പോയി കഴിയുമ്പോഴേക്കും അശ്വിനെ ചിരി വരുവാണ്. ഇവള് ശരിക്കും ഒരു വട്ട് പെണ്ണ് തന്നെ, ഇവൾക്കിനി ശരിക്കും വട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകട്ടെ. ആദ്യമായിട്ടാണ് അശ്വിൻ, എനിക്ക് തോന്നുന്നു ഈ സീരിയലിൽ അങ്ങനെ ഒരു ചിരി ചിരിക്കണം കേട്ടോ. അങ്ങനെ അശ്വിൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശേഷം രാത്രി ആകുമ്പോഴേക്കും ശ്രുതി അശ്വിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഞാൻ എന്തിനാ ഈ കടലമിട്ടായിനെ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ വിചാരിക്കാൻ മാത്രം അയാൾ എൻ്റെ ആരാ, ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അയാളെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിരിപ്പ് വല്ലാതെ ഇടിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ, എന്ത് കാരണമാണെങ്കിലും ശരി, ഇനി ഒരിക്കലും ഞാൻ അയാളുള്ള സമയത്ത് ആ വീട്ടിലേക്ക് പോവില്ല. അഥവാ പോയാൽ തന്നെ അയാളെ കാണാതിരിക്കാൻ ശ്രമിക്കാം, അയാളോട് സംസാരിക്കരുത് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ പ്രീതി വരുന്നുണ്ട്. എന്താ ശ്രുതി, എന്തു പറ്റി, നിനക്കെന്താ വിഷമം പോലെ, എന്തു പറ്റി, നിന്റെ അശ്വിനായിട്ട് നീ ഇത് തെറ്റിയോ എന്ന് ചോദിക്കുകയാണ്. ഈ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ അശ്വിനെന്ന് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കണം. എന്താ ശ്രുതി ആലോചിക്കണേ? ഒന്നുമില്ല ചേച്ചി, നീ വരാൻ നോക്ക്, അല്ലെങ്കിൽ അമ്മായി അതും ഇതും പറയും കേട്ടോ, വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ രാവിലെ തന്നെ ശ്രുതി വീണ്ടും അശ്വിൻ്റെ വീട്ടിലേക്ക് വരും കേട്ടോ. വന്ന മുമ്പ് വാതിൽ തുറക്കണ മുമ്പ് ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടീഷ്ണ നോക്ക്, ആ കടലമിട്ടായിനെ കാണാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവരുത്, അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവണേ, ഡീൽ കുട്ടികൃഷ്ണ ഡീൽ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബെല്ലടിക്കണതും അശ്വിൻ തന്നെയാട്ടോ വാതിൽ തുറക്കണത്. അയ്യോ പണി പാളിയല്ലേ കുട്ടീഷ്ണ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി അശ്വിനെ കാണാത്ത പോലെ അകത്ത് കയറാൻ പോകുമ്പോൾ അശ്വിൻ, ശ്രുതി ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈശ്വര വിളി കേൾക്കാത്ത പോലെ പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാൻ പോകുമ്പോൾ, ശ്രുതികുമാരി ലക്ഷ്മി ഞാൻ നിന്നോടാ പറഞ്ഞത് ഒന്ന് നിന്നെ, ഞാൻ വിളിച്ചെന്നാ നീ വിളി കേൾക്കില്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നോക്ക് സർ, ഞാൻ ഇവിടെ വന്നത് സാറിൻ്റെ ചേച്ചി അഞ്ജലി മേഡം പറഞ്ഞിട്ടാ, ആ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ വന്നത്, എനിക്ക് സാറിനോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവാ സർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാട്ടോ. ആ സമയത്ത് അശ്വിൻ, ഇവളെന്താ ഇങ്ങനെയൊക്കെ എന്ന രീതിയിൽ ഇങ്ങനെ മനസ്സ് ചെറുതായിട്ടൊന്ന് വേദനിക്കുന്നുണ്ട് കേട്ടോ അശ്വിന്. അതിനുശേഷം കാണിക്കണം നമ്മുടെ ശ്രുതിയുടെ അച്ഛനെയും അമ്മേനെയാണ്. ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താണ് പ്രമീളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ആ ഷ്യാമിന് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് എൻ്റെ ഏട്ടാ, അത് ഷ്യാമിന് വല്ല ക്ലയൻറ്റും ആയിരിക്കും. ക്ലയൻ്റ് ഒന്നും അല്ല, ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുന്ന പോലെയല്ല അവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചത്, അവൻ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാധ അറിയാതിരിക്കും, കുറച്ച് നാളായിട്ട് ഇവിടെ ഉള്ള പയ്യനല്ലേ എന്ന് പറയാണ്. എന്തായാലും ഷ്യാമിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കാണ്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഷ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ അങ്കിൾ ആൻറ്റി നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നണല്ലോ, ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല മോനെ എന്ന് ശ്രുതിയുടെ അമ്മ പറയുമ്പോൾ അച്ഛൻ പറയണ്ട ഇല്ല എന്ന് പറയുവാണ്. അതിനുശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഷ്യാമേ നിനക്ക് ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അങ്കിളെ, എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല എന്ന് പറയാട്ടോ ശ്രുതിയുടെ അച്ഛൻ. ആ ഒരു ഭാഗത്തോട് കൂട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.